ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഏദൻ തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് പിതാവാം ദൈവം വെയിലാറുമ്പോൾ ഇറങ്ങി വന്ന് ആദാമിനോടും ഹവ്വയോടും ചേർന്ന് നടന്ന് സമയം ചെലവഴിക്കുന്ന ഒരു കാഴ്ച. റോമർക്ക് ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആർക്കു വേണ്ടി ജീവിക്കണം, എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള പല ചോദ്യങ്ങളുടെ മുമ്പിൽ കുടുങ്ങി നിൽക്കുന്നവർ ഈ ലോകത്ത് കാണും. എന്നാൽ അവരോട് പൗലോസ് അപ്പോസ്തലൻ വലിയ കർശനമായിട്ട് അധികാരത്തോടെ കൽപ്പന എന്ന രൂപേണ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് അതിയായ മൂല്യമുണ്ട്. എന്തെന്നല്ലേ, നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ജീവിക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് നടക്കാൻ വേണ്ടി ജീവിക്കുന്നവർ, ദൈവിക നിയോഗങ്ങളെ ഈ ലോകത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ജീവിക്കുന്നവർ, ദൈവ ശബ്ദം കേൾക്കാൻ വേണ്ടി ജീവിക്കുന്നവർ. എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ആർക്കു വേണ്ടി ജീവിക്കണം എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം, ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ. ഗോഡ് ബ്ലസ് യു.